പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, മിശിഹായുടെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകളും അഭിവാദനങ്ങളും നേരുകയാണ്. കൊറോണ വൈറസിൻ്റെ പശ്ചാത്തലത്തിലാണല്ലോ നമ്മൾ. ധാരാളം രോഗികളും നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ കാര്യമൊക്കെ നമുക്കറിയാം. നമുക്ക് ഈ പശ്ചാത്തലത്തിൽ നമ്മുടെ ദേവാലയങ്ങളൊക്കെ തുറന്നു വരികയാണ്. സ്കൂളുകളും കോളേജുകളും എല്ലാം ഇപ്പോഴും അടഞ്ഞു തന്നെ കിടക്കുന്നു. എങ്കിലും നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ നടക്കുന്നുണ്ടെന്ന് വിവരവും നമുക്കറിയാം. നമുക്കും നമ്മുടെ വിശ്വാസ പരിസ്ഥിതിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് ഓൺലൈനിലൂടെ മതബോധന ക്ലാസ്സുകൾ കൊടുക്കേണ്ടത് ആവശ്യമാണ്. അതിനായിട്ടുള്ള ചില പരിപാടികൾ നമ്മൾ തുടക്കം കുറിക്കുകയാണ്. ഇതിനോടകം തന്നെ നമ്മുടെ സീറോ മലബാർ സഭയുടെ മതബോധന കമ്മീഷൻ്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലുള്ള എല്ലാ മതബോധന ഡയറക്ടർമാരെയും വിളിച്ചുകൂട്ടി കുട്ടികൾക്ക് ക്ലാസ്സുകൾ കൊടുക്കുന്നതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ചില രൂപതകളിലൊക്കെ ഇതിനോടകം തന്നെ ഓൺലൈൻ മുഖേനയുള്ള ക്ലാസ്സുകൾ തുടങ്ങിക്കഴിഞ്ഞു. നമ്മുടെ തലശ്ശേരി അതിരൂപതയിലെ മതബോധന കേന്ദ്രവും ഒപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ശാലോം ടിവിയും സംയുക്തമായിട്ട് നമ്മുടെ വിശ്വാസ പരിസ്ഥിതിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി വ്യത്യസ്തങ്ങളായ സമയങ്ങളിൽ നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. അതിനായിട്ട് പ്രഗത്ഭരായ അധ്യാപകർ ഇതിനോടകം തന്നെ ഒരുങ്ങി തയ്യാറായിട്ടുണ്ട് ആ ക്ലാസ്സുകൾ കൊടുക്കുന്നതിനായിട്ട്. ഈ ക്ലാസ്സുകളെല്ലാം ഷൂട്ട് ചെയ്ത് നമ്മുടെ ശാലോം ടി വിയിൽ നിന്ന് യഥാസമയത്ത് നിങ്ങളിലേക്ക് ഇത് എത്തുന്നതാണ്. ഞാൻ ഈ അവസരത്തിൽ ശാലോം ടി വിക്കും ഒപ്പം നമ്മുടെ മതബോധന കേന്ദ്രത്തിൽ പ്രത്യേകം അഭിനന്ദനങ്ങൾ നേരുകയാണ്, കൃതജ്ഞത പറയുകയാണ്. കാരണം ശാലോം ടി വിയിലൂടെ ഇത് വരുമ്പോൾ ധാരാളം പേർക്ക് ഇതൊക്കെ കാണുവാനും കേൾക്കുവാനും ശ്രവിക്കുവാനും സാധിക്കും. കുട്ടികൾക്ക് മാത്രമല്ല, കുട്ടികളുടെ മാതാപിതാക്കൾക്കും ഇത് പങ്കുചേരാൻ സാധിക്കും. പ്രിയമുള്ള മാതാപിതാക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിശ്വാസ പരിശീലനം നൽകുക എന്നുള്ളത് നമ്മുടെ അവകാശവും ഒപ്പം നമ്മുടെ കടമയുമാണ്. നമ്മുടെ അവകാശമാണ്. കാരണം നമുക്ക് കിട്ടിയിരിക്കുന്ന വിശ്വാസം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത് അവകാശമാണ്, ഒപ്പം നമ്മുടെ കടമയുമാണ്. അപ്പോൾ ഈ ക്ലാസ്സുകളൊക്കെ ടി വിയിലൂടെ വരുമ്പോൾ മാതാപിതാക്കളും കുഞ്ഞുങ്ങളോട് ചേർന്ന് നിൽക്കണം. അവരെ ആ സമയം കണ്ടെത്തി അതിനായിട്ട് പ്രോത്സാഹിപ്പിക്കണം നിങ്ങൾ. അല്ലെങ്കിൽ കുഞ്ഞുങ്ങളതിൽ തന്നെ വന്ന് കൂടണമെന്നില്ല. പക്ഷേ ഇത് നമുക്ക് ഏറെ ഉപകാരപ്രദമായിരിക്കും, നമ്മുടെയും അവരുടെയും വിശ്വാസത്തെ ആഴപ്പെടുത്തുന്നതിനും വളർത്തിയെടുക്കുന്നതിനും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ സംരംഭത്തിന് എല്ലാവിധ വിജയങ്ങളും നേരുകയാണ്. ഇതിന് നേതൃത്വം കൊടുക്കുന്നവരെയും ക്ലാസ്സിലെത്തുന്നവരെയും ഇതിൽ പങ്കെടുക്കാൻ വരുന്ന കുട്ടികളെയും കുട്ടികളോടൊപ്പം നിൽക്കുന്ന മാതാപിതാക്കളെയും എല്ലാം സ്നേഹത്തോടെ ഓർക്കുന്നു. നല്ല യേശോ തൻ്റെ ആത്മാവിനാൽ നിങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മൊച്ചത്തിൽ പറഞ്ഞേ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണോ? 8-ാം ക്ലാസ്സിലേക്ക് പ്രവേശിച്ച് പുതിയ പാഠം പഠിക്കുവാനായി നമ്മൾ ഒരുങ്ങി കാത്തിരിക്കുക അല്ലേ? നമുക്ക് ആദ്യം ഒന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. നമുക്ക് ഒരുമിച്ച് ഏകാഗ്രതയോടുകൂടി ഈശോയുടെ തിരുമുൻപിലായിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. കൈകൾ കൂപ്പി കണ്ണടച്ച് പിടിച്ച് നന്നായിട്ട് നിന്ന് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയെ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതം മുഴുവനായി ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങയെ കൂടുതൽ സ്നേഹിക്കുവാൻ, അങ്ങയെ കൂടുതൽ അറിയുവാൻ ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഓരോ നിമിഷവും അങ്ങയെ സ്നേഹിക്കുന്നവരായി നല്ല കുഞ്ഞുങ്ങളായി അങ്ങ് ഞങ്ങളെ വളർത്തണമേ. പരിശുദ്ധ അമ്മേ, നല്ല മാതാവേ, അമ്മ എപ്പോഴും ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ. ഞങ്ങളെപ്പോഴും അമ്മ പരിപാലിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എല്ലാവരും ഇരുന്നോളൂ. 8-ാം ക്ലാസ്സിലേക്ക് പ്രവേശിച്ചു അല്ലേ നമ്മൾ? നമ്മുടെ ഈ പാഠത്തിൻ്റെ പേരെന്താണെന്നറിയാമോ? എട്ടാം ക്ലാസ്സിൽ മുഴുവൻ നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠത്തിൻ്റെ പേര് സഭ ദൈവത്തിൻ്റെ ജനം. എന്താണ്? സഭ ദൈവത്തിൻ്റെ ജനം. ഇതിൽ നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ പാഠത്തിൻ്റെ പേര്. അപ്പം സഭ എന്താണ്, എങ്ങനെയുള്ളവരാണ് സഭ, ആരാണ് സഭ എന്നൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിൽ അതിൻ്റെ ആദ്യത്തെ പാഠം സഭ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനം. അതാണ് നമ്മൾ ആദ്യം കാണുന്നത്. സഭ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനം. നമുക്കറിയാമല്ലോ, എന്ത് കാര്യത്തിനും ഒരു ചരിത്രം ഉണ്ടെന്നറിയാമല്ലോ.
നമ്മുടെ ഭാരത സംസ്കാരത്തിന് തന്നെ ഒരു ചരിത്രമുണ്ട്. അത് നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടല്ലോ, ഹിസ്റ്ററി ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ. എന്താണത്? സിന്ധു നദീതട സംസ്കാരം. ഇങ്ങനെ പല സംസ്കാരങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇങ്ങനെ സഭയ്ക്കും ഒരു ആവിർഭാവമുണ്ട്, അതിൻ്റെ തുടക്കമുണ്ട്, എങ്ങനെ പോകുന്നു എന്നൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇങ്ങനെ നമ്മൾ ഈ 8ാം ക്ലാസ് മുഴുവൻ സഭ എന്താണ്, എങ്ങനെയാണ് വന്നത്, അങ്ങനെയൊക്കെ നമ്മൾ പഠിക്കുവാണ്. അപ്പം ആദ്യം പഠിക്കുന്നത് സഭ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനം എന്ന് പറയുമ്പോൾ ആരാലാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. അത് ആരെയാണ് ദൈവം ആദ്യമായി തിരഞ്ഞെടുത്തത്? നമുക്കറിയാം അല്ലേ. ആദ്യം നമുക്ക് ബൈബിൾ വായിക്കാം. അതിനകത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 12ാം അധ്യായം നമ്മൾ വായിക്കുവാണ്. അതിനകത്ത് ഒരാളെ കുറിച്ച് പറയുന്നുണ്ട്. അത് ശ്രദ്ധിച്ച് കേൾക്കണം. സിസ്റ്റർ വായിക്കുമ്പോൾ ഏകാഗ്രതയോടുകൂടി ബൈബിൾ കേൾക്കണം. ഉൽപ്പത്തി പുസ്തകം അധ്യായം 12 1 മുതലുള്ള വചനങ്ങൾ. കർത്താവ് അബ്രാമിനോട് അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും. അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതരാകും. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അബ്രാം പുറപ്പെട്ടു. ദൈവമായ കർത്താവിന് സ്തുതി. നമ്മൾ ആരെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞു കേട്ടത്? അബ്രാമിനെ കുറിച്ചല്ലേ. ദൈവം അബ്രാഹത്തെ തിരഞ്ഞെടുത്തു. അബ്രാഹത്തിനോട് ഒരു ദിവസം ദൈവം പറഞ്ഞു, നീ നിന്റെ ദേശത്തെയും പിതൃഭവനത്തെയും എല്ലാം വിട്ടിട്ട് ഞാൻ കാണിച്ചു തരുന്നൊരു നാട്ടിലേക്ക് പൊക്കോളുക എന്ന് പറഞ്ഞു. ഏതാ നാടെന്ന് പറഞ്ഞിട്ടില്ല, എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അബ്രാഹം ദൈവത്തോട് മറു ചോദ്യം ഒന്നും ചോദിച്ചിട്ടില്ല. അബ്രാഹം അത് പൂർണ്ണമായിട്ടും അനുസരിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ അബ്രാഹത്തോടൊരു കാര്യം പറഞ്ഞു. അബ്രാഹത്തിൻ്റെ പിക്ചർ കാണുമ്പോൾ നമുക്കറിയാം, ചെറുപ്പക്കാരനൊന്നും അല്ല, ഒരു യുവാവൊന്നും അല്ല അബ്രാഹം. ഒത്തിരി പ്രായമായ വൃദ്ധനായൊരു മനുഷ്യനാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, ആകാശത്തേക്ക് നോക്കുക, അവിടെ കാണുന്ന നക്ഷത്രങ്ങൾ കാണുന്നുണ്ടല്ലോ, അത്രയും മക്കളെ ഞാൻ നിനക്ക് തരുമെന്ന്. അന്നുവരെ അബ്രാഹത്തിന് ഒരു മകൻ പോലും ഉണ്ടായിട്ടില്ല. എന്നിട്ടും അബ്രാഹം തിരിച്ചൊന്നും ചോദിച്ചിട്ടില്ല. ഇതെങ്ങനെ സംഭവിക്കുമെന്നോ ഞാൻ വൃദ്ധനാണെന്നോ ഒന്നും പറഞ്ഞില്ല. എല്ലാം അബ്രാഹം വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്തു. ദൈവം പറഞ്ഞതുപോലെ തന്നെ ദൈവം കാണിച്ചു തരുന്ന നാട്ടിലേക്ക് എങ്ങോട്ടെന്നില്ലാതെ അബ്രാഹം അലയുകയാണ് ചെയ്തത്. എന്നിട്ട് ദൈവം പറഞ്ഞു, നിനക്ക് ഞാൻ വലിയൊരു സന്താന പരമ്പരയെ നൽകുമെന്ന് പറഞ്ഞു. നോക്കുക, ദൈവം എന്തിനാണ് അബ്രാഹത്തെ തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചാൽ, പാപം വഴി അധപ്പതിച്ച ഒരു മനുഷ്യവംശത്തെ മുഴുവൻ രക്ഷയിലേക്കും ദൈവപുത്ര സ്ഥാനത്തേക്കും ഒന്നിപ്പിക്കാനും ഉയർത്താനും വേണ്ടിയിട്ടാണ് അബ്രാഹത്തെ ദൈവം തിരഞ്ഞെടുത്തത്. പാപം മൂലം അധപ്പതിച്ച മനുഷ്യരെ രക്ഷയിലേക്കും ദൈവപുത്ര സ്ഥാനത്തേക്കും ഉയർത്താൻ വേണ്ടി. അതുപോലെ തന്നെ ഭൂമുഖത്തുള്ള സകല ജനപദങ്ങളെയും ഒരു കുടുംബമായി ഒന്നിപ്പിക്കാൻ വേണ്ടി ദൈവം ആഗ്രഹിച്ചു. അങ്ങനെ ഒരാളെ ദൈവം ആദ്യം തിരഞ്ഞെടുത്തു. ഈ ജനങ്ങളെ മുഴുവനും ഒറ്റ കുടുംബമായിട്ട് ദൈവം തിരഞ്ഞെടുക്കണം, ഒറ്റ കുടുംബമായി ഒന്നിപ്പിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. അങ്ങനെയാണ് അബ്രാഹത്തെ തിരഞ്ഞെടുത്തത്. നമ്മളിനി കാണാൻ പോകുന്നത് ആരെയൊക്കെ ദൈവം തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. അബ്രാഹത്തെ, യാക്കോബിനെ, മോശയെ, പിന്നീട് ഇസ്രായേൽ ജനം വരുന്നു. അതിനുശേഷം അത് സഭയായി രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് ഈ പാഠത്ത് നമ്മൾ കാണുന്ന ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അബ്രാഹത്തിൻ്റെ വിളിയും വാഗ്ദാനവും, യാക്കോബിൻ്റെ മക്കൾ ഇസ്രായേൽ, മോശയുടെ വിളിയും ഇസ്രായേലിൻ്റെ വിമോചനവും, ദൈവത്തിൻ്റെ ജനം രൂപം കൊള്ളുന്നു, പുതിയ ഉടമ്പടിയും പുതിയ ദൈവജനവും, സഭ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനം. ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്ത് നമ്മൾ കാണുന്നത്. നമുക്ക് നോക്കാം അബ്രാഹത്തിൻ്റെ വിളിയും വാഗ്ദാനവും അതെങ്ങനെയാണെന്ന് നോക്കാം. അബ്രാഹത്തോട് ദൈവം പറഞ്ഞ കാര്യങ്ങൾ, അബ്രാഹം വിശ്വാസവും അനുസരണവും വഴി ദൈവത്തിന് പ്രത്യുത്തരം നൽകി. അബ്രാഹത്തിൻ്റെ അനുസരണവും മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്നുള്ള വിശ്വാസവും അബ്രാഹത്തെ ദൈവത്തിൻ്റെ മുൻപിൽ സ്വീകാര്യനാക്കി തീർത്തു. അബ്രാഹം മറുചോദ്യം ഒന്നും ചോദിച്ചിട്ടില്ല. ഈ ഒരു കാര്യമാണ് അബ്രാഹത്തെ ദൈവത്തിൻ്റെ മുൻപിൽ സ്വീകാര്യനാക്കി തീർത്തത്. അതുപോലെ തന്നെ എന്നിട്ട് ഈ വിശ്വാസത്തോടു കൂടിയുള്ള അബ്രാഹത്തിൻ്റെ പ്രത്യുത്തരം ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ വൃദ്ധനായ അബ്രാഹത്തിന് ദൈവം സന്താന പരമ്പരയെ നൽകുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം. അതിനുശേഷം അബ്രാഹത്തിൻ്റെ മകൻ ആരായിരുന്നു അറിയാമല്ലോ, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ, ആരായിരുന്നു? ഇസഹാക്ക് അല്ലേ. അബ്രാഹത്തിൻ്റെ മകൻ ഇസഹാക്ക്. ഇസഹാക്കിന് 2 മക്കളാണ്, യാക്കോബും ഏസാവും. ഇസഹാക്കിൻ്റെ മക്കളായ യാക്കോബിനെ ദൈവം തിരഞ്ഞെടുത്തു. യാക്കോബ് ദൈവത്തോട് മൽപ്പിടുത്തം നടത്തിയ മനുഷ്യനാണ്. ദൈവം ആരാണെന്ന്, ഈ തൻ്റെ കൂടെ മൽപ്പിടുത്തം നടത്തുന്നത് ആരാണെന്ന് അറിയത്തില്ലാതെ രാത്രി മുഴുവനും മൽപ്പിടുത്തം നടത്തിയ ഒരു മനുഷ്യനാണ്. ഇത് തന്നെ ദൈവത്തിൻ്റെ മുൻപിൽ യാക്കോബിനെ സ്വീകാര്യനാക്കി. എന്നിട്ട് യാക്കോബിന് ദൈവം ഒരു പേര് നൽകി.
ഇസ്രായേൽ എന്നായിരുന്നു യാക്കോബിൻ്റെ പേര്. ഈ അബ്രാഹത്തോട് ചെയ്ത വാഗ്ദാനം അദ്ദേഹത്തിൻ്റെ പുത്രനായ ഇസഹാക്കിനോടും യാക്കോബിനോടും ദൈവം ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇസ്രായേൽ എന്ന പേര് നൽകിയ യാക്കോബിൻ്റെ സന്താന പരമ്പര പിന്നീട് അറിയപ്പെടുന്നത് ഇസ്രായേൽ ജനം എന്നായിരുന്നു. എന്താണ്? യാക്കോബിൻ്റെ പേര് ഇസ്രായേൽ എന്നായിരുന്നു. യാക്കോബിൻ്റെ മക്കൾ അറിയപ്പെട്ടിരുന്നത്, അതായത് യാക്കോബിന് 12 മക്കളാണ് ഉള്ളത്. അവർ 12 ഗോത്രങ്ങളായി അറിയപ്പെട്ടു. ഈ 12 ഗോത്രങ്ങൾ ഇസ്രായേൽ ജനം എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഇവരെ, ഈ ഇസ്രായേൽ ജനത്തെ ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനമായി ഉയർത്തുകയാണ് ചെയ്തത്. ഇനി ഈ ഇസ്രായേൽ ജനത്തിനാണ് വാഗ്ദാനത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും അവകാശികളാക്കി ഇവരെ മാറ്റുകയും ചെയ്തു. ഇനി ഈ ഇസ്രായേൽ ജനം യാക്കോബിൻ്റെ കാലശേഷം അവരെവിടെയായിരുന്നു എന്ന് നമുക്കറിയാം അല്ലേ? ഈജിപ്തിലായിരുന്നു. വലിയ ഒരു വരൾച്ചയുടെ കാലം വന്നപ്പോൾ ഈജിപ്തിൽ സമ്പൽ സമൃദ്ധി ഉണ്ടെന്നറിയുകയും യാക്കോബിൻ്റെ മകൻ ജോസഫ് അവിടെ ഭരണാധികാരിയായിരുന്ന സമയത്ത് ഇവരവിടെ പോവുകയും പിന്നീട് അവിടെ ജീവിക്കുകയും ഒക്കെ ചെയ്തു. ജോസഫിൻ്റെ കാലവും ജോസഫിനെ അറിയാവുന്ന ജനങ്ങളുടെ കാലവും കഴിഞ്ഞതിന് ശേഷം ഫറവോയും, ഈജിപ്തിലെ ഭരണാധികാരിയായിരുന്നു ഫറവോ അല്ലേ, നമുക്കറിയാം അല്ലേ? ഈ ഫറവോയും മറ്റ് ഈജിപ്തിലെ ജനങ്ങളും ഒക്കെ വിചാരിച്ചു ഇസ്രായേൽക്കാരിങ്ങനെ സമ്പൽ സമൃദ്ധരായി മാറുകയാണ്, സന്താനങ്ങൾ ഒരുപാടായി, ഇവർ വലിയ ജനമായി മാറുകയാണ്, ഇവർ ഈജിപ്തിലെ ജനങ്ങളെ താഴ്ത്തും, ഇവരായിരിക്കും ഇനി മുൻപോട്ട് പോവുക എന്നിവർക്ക് മനസ്സിലായതോടുകൂടി ഇവർ ഇസ്രായേൽക്കാരെ അടിമകളാക്കി തീർത്തു. അങ്ങനെ ഈജിപ്തിൽ അടിമകളായി ഇസ്രായേൽ ജനം കഷ്ടപ്പെടുകയാണ്. അവർക്കൊരു പീഡനത്തിൻ്റെയും ദുരിതത്തിൻ്റെയും ഒരു കാലമായിരുന്നു അത്. ആ സമയത്ത് ഇസ്രായേൽ മക്കളുടെ പീഡനവും അടിമത്തവും ക്ലേശവും ഒക്കെ കണ്ട ദൈവം അബ്രാഹത്തോട് ചെയ്ത വാഗ്ദാനത്തെ ഇവിടെയും മറന്നിട്ടില്ല. എന്നിട്ട് ഈ ഇസ്രായേൽക്കാരുടെ ഇടയിൽ നിന്നു തന്നെ ഒരാളെ ദൈവം തിരഞ്ഞെടുത്തു. ആരായിരുന്നു അത്? ഈജിപ്തുകാരിൽ നിന്നും ഇസ്രായേൽക്കാരെ മോചിപ്പിച്ച ലീഡർ ആരായിരുന്നു? നമുക്കറിയാം, മോശ അല്ലേ, മിടുക്കര് മോശയാണ്. മോശയോട് കൂടെ മോശ പറഞ്ഞു, ദൈവമേ എനിക്ക് വാക്ചാതുര്യമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ മോശയുടെ സഹോദരനായ ആരെ നൽകി? അഹറോനെ നൽകി. മോശയെയും അഹറോനെയും ദൈവം ഇസ്രായേൽക്കാരെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഇനി നമ്മൾ ഇത്രയും സമയം കണ്ടത് ഇസ്രായേൽ ജനത്തെ ദൈവം തിരഞ്ഞെടുക്കുന്ന ഒരു കാലം വരെ, തിരഞ്ഞെടുപ്പിൻ്റെ ഒരു കാലം വരെയാണ്. ഇനി ഈ തെരഞ്ഞെടുപ്പിന് എക്ലേസ്യ എന്നൊരു പദമാണ് ബൈബിളിൽ കാണുന്നത്. ഈ എക്ലേസ്യ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് എക്ലേസ്യ എന്ന പദം 3 ആശയങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. എക്ലേസ്യ എന്ന പദത്തിന് 3 ആശയങ്ങളുണ്ട്. അതിൽ ഇസ്രായേൽ ജനം ദൈവത്താൽ വിളിച്ചു കൂട്ടപ്പെട്ട സമൂഹമാണ്. എന്താണ് ഒന്നാമത്തെ പോയിന്റ്? ഇസ്രായേൽ ജനം ദൈവത്താൽ വിളിച്ചു കൂട്ടപ്പെട്ട സമൂഹമാണ്. രണ്ടാമത്തെ കാര്യം, അവരൊരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ആ പ്രത്യേക ലക്ഷ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ദൈവത്തെ ആരാധിക്കുകയും അവിടുത്തെ ഉടമ്പടി പാലിക്കുകയും ചെയ്യുക എന്നതാണ് ആ ലക്ഷ്യം. എന്തായിരുന്നു ആ ലക്ഷ്യം? ദൈവത്തെ ആരാധിക്കുകയും അവിടുത്തെ ഉടമ്പടി പാലിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ആ ലക്ഷ്യം. ഇനി മൂന്നാമത്തെ കാര്യം, തെരഞ്ഞെടുപ്പിലൂടെ ഇസ്രായേൽ ദൈവത്തിൻ്റെ സ്വന്തം ജനമായി തീർന്നു. ഇസ്രായേൽക്കാർ ദൈവത്തിൻ്റെ സ്വന്തം ജനമായി തീർന്നു. ഈ 3 കാര്യങ്ങളാണ് എക്ലേസ്യ എന്ന പദത്തിലൂടെ അർത്ഥമാക്കുന്നത്. ഇനി നോക്കാം, എക്ലേസ്യ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. എക്ലേസ്യ എന്നാൽ വിളിച്ചു കൂട്ടപ്പെട്ടവരുടെ സമൂഹം. നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നൊരു വാക്കല്ലേ അത്. എക്ലേസ്യ എന്നാൽ വിളിച്ചു കൂട്ടപ്പെട്ടവരുടെ സമൂഹം. അത് എക്ലേസ്യ എന്നത് ഗ്രീക്ക് പദവുമുണ്ട്. ഗ്രീക്ക് പദമാണ് എക്ലേസ്യ എന്നത്. ഇതിൻ്റെ ഹീബ്രു പദമാണ് കഹാൽ. എന്താണ്? കഹാൽ. ഈ 2 പദവും നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. എക്ലേസ്യ ഗ്രീക്ക് പദമാണ്, കഹാൽ ഹീബ്രു പദമാണ്. ഇത് ദൈവത്താൽ വിളിച്ച് ഒന്നിച്ച് ചേർക്കപ്പെട്ട് അവിടുത്തെ സ്വന്തം ജനമായി തീർന്നവരാണ് പഴയ നിയമത്തിൽ എക്ലേസ്യ അഥവാ കഹാൽ. എന്താണ്? ദൈവത്താൽ വിളിച്ച് ഒന്നിച്ച് ചേർക്കപ്പെട്ട് അവിടുത്തെ സ്വന്തം ജനമായി തീർന്നവരാണ് എക്ലേസ്യ അഥവാ കഹാൽ. മനസ്സിലായില്ലേ എക്ലേസ്യ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്ന്? നമ്മൾ ആദ്യം കണ്ട പോയിന്റിലേക്ക് പോവുകയാണ്. ദൈവത്തിൻ്റെ ജനം രൂപം കൊള്ളുന്നു. ദൈവം തിരഞ്ഞെടുത്ത ഇസ്രായേൽ ജനത്തോട് എവിടെയോ വെച്ച് ദൈവം ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ 7ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എവിടെ വെച്ചിട്ടാണ്? ഏതോ ഒരു മലയിൽ വെച്ച് ദൈവം ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ടല്ലോ. ഏത് മലയാ? സീനായി മല അല്ലേ? നിങ്ങൾ എല്ലാവർക്കും നന്നായിട്ട് അറിയാം. സീനായി മലയിൽ വെച്ച് ദൈവം ഒരു ഉടമ്പടി ചെയ്തു. എന്തായിരുന്നു അത്? നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനപദങ്ങളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും. കാരണം ഭൂമി മുഴുവൻ എൻ്റേതാണ്. നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമായിരിക്കും. ദൈവം എന്താ പറഞ്ഞത്? ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ
ദൈവം നൽകിയ ഉടമ്പടിയും വാഗ്ദാനവും ഒക്കെ നമ്മൾ പാലിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം ജനമായിരിക്കും. ദൈവം നമ്മുടെ സ്വന്തം ദൈവമായിരിക്കും. ഈ ഉടമ്പടി പാലിച്ച് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരായിരിക്കണം സഭ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജനം എന്നതാണ് ഇതിൽ നിന്നും അർത്ഥമാക്കുന്നത്. പക്ഷേ ഇസ്രായേൽക്കാരെ ദൈവം തിരഞ്ഞെടുത്തപ്പോൾ ദൈവം ഇവരോട് വാഗ്ദാനം ചെയ്തുവെങ്കിലും, ഇവർ ദൈവത്തോടും വാഗ്ദാനം ചെയ്തു, ഞങ്ങൾ ഇതൊക്കെ പാലിച്ചുകൊള്ളാം എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇവർ അവിശ്വസ്തരായി തീർന്നു. ഇസ്രായേൽക്കാർ ഒരു കാലം വന്നപ്പോൾ ദൈവത്തിൻ്റെ വാക്കൊന്നും കേൾക്കാതെ അവർ അവിശ്വസ്തരായി തീർന്നു. അവരെന്ത് ചെയ്തു? ഏകദൈവമായ യഹോവയെ മാത്രം ആരാധിക്കാതെ വിജാതീയ ദൈവങ്ങളെ ആരാധിച്ചു തുടങ്ങി. അത് ദൈവത്തെ വിഷമിപ്പിക്കുകയല്ലേ? അങ്ങനെ വിഷമിപ്പിച്ചു. എങ്കിൽ പോലും ദൈവം ഇസ്രായേൽക്കാരെ മറന്നിട്ടില്ല. ദൈവം അബ്രാഹത്തോട് ചെയ്ത വാഗ്ദാനത്തെ തുടർന്നു വരികയാണ്. ദൈവം അവരെ മറക്കാതെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് ദൈവം. നമ്മോട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ദൈവം ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കുകയില്ല. ഇങ്ങനെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം തൻ്റെ സ്വന്തം മകനെ നമുക്ക് നൽകി. ഈ ദൈവപുത്രനെ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നൽകിക്കൊണ്ട് ഈ വാഗ്ദാനം യാഥാർത്ഥ്യമാക്കുകയാണ് ചെയ്തത്. ഇതാണ് പുതിയ ഉടമ്പടിയും പുതിയ ദൈവജനവുമായി തീരുകയാണ് ഇങ്ങനെ. അതായത് ദൈവപുത്രനായ ഈശോയെ നമുക്ക് നൽകിക്കൊണ്ട് ഒരു പുതിയ ഉടമ്പടി ദൈവം സ്ഥാപിച്ചു. അതുപോലെ തന്നെ പുതിയൊരു ദൈവജനത്തെയും ദൈവം തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ദൈവപുത്രൻ ഈ ഉടമ്പടി എങ്ങനെയാണ് പാലിച്ചതെന്ന് അറിയണ്ടേ? അന്ത്യത്താഴ വേളയിൽ അപ്പവും വീഞ്ഞും സ്വന്തം ശരീരരക്തങ്ങളാക്കിക്കൊണ്ട് അവിടുന്ന് സ്നേഹത്തിൻ്റെ പുതിയ ഉടമ്പടി സ്ഥാപിച്ചു. എങ്ങനെയാണ് ഈശോ സ്നേഹത്തിൻ്റെ പുതിയ ഉടമ്പടി സ്ഥാപിച്ചത്? അന്ത്യത്താഴ വേളയിൽ വെച്ച് തൻ്റെ സ്വന്തം ശരീരവും രക്തവും നമുക്ക് നൽകിക്കൊണ്ടല്ലേ? നമുക്കറിയാം, അത് വിശുദ്ധ കുർബാനയിൽ നമ്മൾ കാണുന്നുണ്ട്, അനുദിനവും നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ ഞായറാഴ്ച വരുമ്പോൾ നമുക്ക് വിശുദ്ധ കുർബാനയിൽ വളരെ ഭക്തിയോടുകൂടി നമ്മൾ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്കറിയാം ഈശോ അന്ത്യത്താഴ വേളയിൽ തൻ്റെ ശരീരവും രക്തവും മുഴുവൻ നമുക്ക് നൽകിക്കൊണ്ട് അപ്പവും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ നമ്മൾ ഇന്ന് വിശുദ്ധ കുർബാനയിൽ ഈശോയെ സ്വീകരിക്കുന്നു. അങ്ങനെ സ്നേഹത്തിൻ്റെ ഒരു പുതിയ ഉടമ്പടി ഈശോ സ്ഥാപിക്കുകയാണ് ചെയ്തത്. ഇനി സഭ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായി തീർന്നത് എങ്ങനെയെന്ന്. മനുഷ്യരക്ഷ പൂർത്തീകരിക്കുവാൻ വേണ്ടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട സമൂഹമാണ് സഭ. എന്താണ്? ദൈവം ആഗ്രഹിച്ച മനുഷ്യരക്ഷ, ലോകം മുഴുവനെയും രക്ഷിക്കണം എന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹത്തെ പൂർത്തീകരിക്കാൻ വേണ്ടി പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട സമൂഹമാണ് സഭ. ശ്ലീഹന്മാരായ അടിസ്ഥാനത്തിന്മേലാണ് സഭയെ സ്ഥാപിച്ചത്. ഏതടിസ്ഥാനത്തിന്മേലാണ് സഭ സ്ഥാപിക്കപ്പെട്ടത്? ശ്ലീഹന്മാരാകുന്ന അടിസ്ഥാനത്തിന്മേലാണ് സഭ സ്ഥാപിക്കപ്പെട്ടത്. ആരൊക്കെയായിരുന്നു ഈശോയുടെ ശ്ലീഹന്മാര്? എത്ര പേരുണ്ടായിരുന്നു? 12 പേരല്ലേ? ഈ 12 പേരിലൂടെയാണ് ഈശോ സഭയെ സ്ഥാപിച്ചത്. അത് നമുക്കറിയാം. ഇനി അത് നമ്മളുടെ പാഠഭാഗങ്ങളിൽ മുഴുവനും നമ്മൾ പഠിക്കാൻ പോകുന്നതും ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ്. 1-ാമത്തെ ചാപ്റ്റർ, 2-ാമത്തെ ചാപ്റ്റർ, അങ്ങനെ ഈ 8-ാം ക്ലാസ് മുഴുവനും നമ്മൾ സഭ എന്താണെന്ന് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സഭ എന്ന് പറഞ്ഞാൽ തൻ്റെ ഏകജാതനായ ഈശോയിലൂടെ തിരഞ്ഞെടുക്കുകയും ഒന്നിപ്പിക്കുകയും ചെയ്തിട്ടുള്ള സമൂഹമാണ് സഭ. നമ്മൾ ആദ്യം കണ്ടു മനുഷ്യരക്ഷ പൂർത്തീകരിക്കാൻ വേണ്ടി ദൈവം പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവർ. അതുപോലെ ആരാകുന്ന അടിസ്ഥാനത്തിന്മേലാണ്? ശ്ലീഹന്മാരാകുന്ന അടിസ്ഥാനത്തിന്മേൽ സ്ഥാപിക്കപ്പെട്ടു. അതുപോലെ തന്നെ ദൈവം തൻ്റെ ഏകജാതനായ ഈശോയിലൂടെ തിരഞ്ഞെടുക്കുകയും ഒന്നിപ്പിക്കുകയും ചെയ്ത ഒരു സമൂഹമാണ് സഭ. ഇപ്പം നമ്മൾ കണ്ട കാര്യങ്ങൾ ഒന്നും കൂടി നമുക്ക് ഓർത്ത് നോക്കാം. ആദ്യം നമ്മൾ ആരെ കണ്ടു? അബ്രാഹത്തെ കണ്ടു അല്ലേ? അബ്രാഹത്തിൻ്റെ മകൻ ആരായിരുന്നു? ഇസഹാക്ക്. ഇസഹാക്കിൻ്റെ മക്കള് എത്ര പേരായിരുന്നു? 2 പേര്. ആരൊക്കെയായിരുന്നു? യാക്കോബും ഏസാവും. ഇതിൽ ആരെയാണ് ദൈവം തിരഞ്ഞെടുത്തത്? യാക്കോബിനെ ദൈവം തിരഞ്ഞെടുത്തു. യാക്കോബിന് വേറൊരു പേര് നൽകിയായിരുന്നല്ലോ. എന്താ അത്? ഇസ്രായേൽ അല്ലേ? ഇസ്രായേൽ എന്ന പേര് നൽകിയ യാക്കോബിന് എത്ര മക്കളുണ്ടായിരുന്നു? 12 പേര്. ഈ 12 പേര് എങ്ങനെയായിരുന്നു അറിയപ്പെട്ടിരുന്നത്? ഇസ്രായേലിൻ്റെ മക്കൾ, ഇസ്രായേൽ ജനം എന്നറിയപ്പെട്ടിരുന്നു. ഇവർ 12 മക്കൾ, ഇസ്രായേൽ ജനം, ഇവരായിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ. ഇതിന് ശേഷമാണ് സഭ രൂപം കൊള്ളുന്നത്. ഇങ്ങനെയാണ് ഈ സഭ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ നമ്മൾ ആദ്യം മുതലേ കണ്ട ദൈവത്തിൻ്റെ സ്വന്തം ജനമായി ദൈവം തിരഞ്ഞെടുത്തപ്പോൾ പൗലോസ്ലീഹ നമ്മുടെ ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും പരിശുദ്ധരും സ്നേഹഭാജനങ്ങളും എന്ന നിലയിൽ കാരുണ്യം, ദയ, വിനയം, സൗമ്യത എന്നിവ നിങ്ങൾ ധരിക്കുവിനെന്ന്. എന്തൊക്കെയത്? ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും സ്നേഹഭാജനങ്ങളും എന്ന നിലയിൽ കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുവിനെന്ന്. നോക്കുക, നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം ജനമായി ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. അപ്പം നമ്മളെ കാണുന്നവർ എങ്ങനെയായിരിക്കണം നമ്മളെ കാണേണ്ടത്?
ഈ ഗുണങ്ങളൊക്കെ ഉള്ളവരായിരിക്കണം നമ്മൾ. സൗമ്യതയും ക്ഷമയും ദയയും നന്മയും ഒക്കെ ഉള്ളവരായിരിക്കണം നമ്മൾ. ദൈവം നമ്മളെ പ്രത്യേകം തിരഞ്ഞെടുത്തപ്പോൾ നമ്മൾ ദൈവത്തോട് അവിശ്വസ്തരായിരിക്കാൻ പാടുണ്ടോ? ഇല്ല. നമ്മൾ ദൈവത്തെയും അതുപോലെ സ്നേഹിക്കണം. എന്നിട്ട് ഈ നമ്മൾ കാണുന്നവരൊക്കെ നമ്മൾ പുതിയ ഡ്രസ്സൊക്കെ ഇടുന്നുണ്ടല്ലേ, അതുപോലെ തന്നെ നമ്മുടെ ആത്മാവിൻ്റെ ഡ്രസ്സായിരിക്കണം ഈ പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. കാരുണ്യവും വിനയവും ക്ഷമയും സൗമ്യതയും ഒക്കെ. ഇങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം ജനങ്ങളായിട്ട് ഇനിയും മുൻപോട്ടേക്ക് പോകണം. നമുക്കൊരു കാര്യം തീരുമാനിക്കണം. നമ്മൾ സഭയെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. നമ്മൾ വെറുതെ ഉള്ളവരൊന്നുമല്ല, സഭയെ ദൈവം തിരഞ്ഞെടുത്തതാണ്. ഈ സഭ ഇങ്ങനെ നിന്നു പോകുമോ? ഒരിക്കലും നിന്നു പോകത്തില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഇസ്രായേൽ ജനം പണ്ട് അവിശ്വസ്തരായിരുന്നപ്പം ദൈവം തൻ്റെ വാഗ്ദാനമൊക്കെ മറക്കേണ്ടതല്ലായിരുന്നു? ഒരിക്കലുമില്ല. ദൈവം തൻ്റെ വാഗ്ദാനം ഒരിക്കലും മറക്കത്തില്ല. ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. അവിടുന്ന് നമ്മളെ എപ്പോഴും ലോകാവസാനത്തോളം ഈ സഭ നിലനിൽക്കും. അങ്ങനെയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് എന്താ? സഭയുടെ നന്മയാണോ കേൾക്കുന്നത്? എപ്പോഴും കേൾക്കുന്നത് അല്ല, അല്ലേ? എപ്പോഴും ആരെങ്കിലുമൊക്കെ കുറേ കാര്യങ്ങൾ നന്മയുണ്ടെന്ന് നമുക്കറിയാം, നമ്മളത് വിശ്വസിക്കുന്നു, നമ്മളത് കാണുന്നു. പക്ഷേ ഈ നന്മയെ മറന്നുകൊണ്ട് നമ്മൾ കേൾക്കുന്നത് മുഴുവനും കുറേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലേ? ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ കുറിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സഭയുടെ നന്മ അതിനെയെല്ലാം തിന്മയായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് തീരുമാനിക്കാൻ പറ്റും? നമ്മളും ആ കൂടി തിന്മ പറയണോ? വേണ്ട, അല്ലേ? ദൈവം നമ്മളെ തിരഞ്ഞെടുത്തെങ്കിൽ ഈ സഭ എന്നും നിലനിൽക്കുന്ന സഭയാണ്. നമുക്കൊരു തീരുമാനമെടുക്കാം. ദൈവം ഈ സഭയിൽ എന്നെ അംഗമാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സഭയെ ഒരിക്കലും കുറ്റം പറയത്തില്ല. ഇനി കുറ്റം പറയാതിരുന്നാൽ മാത്രം മതിയോ? ആരെങ്കിലുമൊക്കെ കുറ്റം പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം മാധ്യമത്തിലൂടെയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലേ, അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യാതിരിക്കുക. അതിന് ഒരു കുറ്റവും കൂടി ഒരു നെഗറ്റീവും കൂടി നമ്മൾ പറയാതിരിക്കുക. കേട്ട ഭാവം നടിക്കുകയേ വേണ്ട. അങ്ങനെ ഒരു തീരുമാനം കൂടി നമുക്ക് എടുക്കണം. അങ്ങനെ നമുക്ക് ഈശോയുടെ സ്വന്തം ജനങ്ങളാകാം. അതുപോലെ തന്നെ ഒരു വചനം നമ്മളിന്ന് കാണാതെ പഠിക്കണം. തൻ്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ അവിടുന്ന് ക്രിസ്തുവിൽ നമ്മെ തെരഞ്ഞെടുത്തു. എന്താണ്? തൻ്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. ഈ ഒരു വചനം പൗലോസ്ലീഹ നമ്മോട് പറഞ്ഞിരിക്കുന്നതാണ്. എഫേസ്യസുകാരുടെ ലേഖനം 1-ാം അധ്യായം 4-ാമത്തെ വചനമാണിത്. ഇത് കാണാതെ പഠിക്കണം. എന്നിട്ട് നമ്മൾ ഈ ഒരു വചനം 5 പ്രാവശ്യം ഇന്നത്തെ ദിവസം ഉരുവിടുകയും ചെയ്യണം. അങ്ങനെ നമുക്ക് ഈശോയുടെ സ്വന്തം മക്കളായി തീരാം. സഭയെ സ്നേഹിക്കുന്ന നല്ല കുഞ്ഞുങ്ങളായി നമുക്ക് വളരാം. ഈ ഒരു വർഷം മുഴുവനും നമുക്ക് സഭയുടെ നല്ല കുഞ്ഞുങ്ങളായി വളർന്ന് അങ്ങനെ ഭാവിയിൽ നല്ല പൗരന്മാരായി സഭയുടെ നല്ല മക്കളായി നമുക്ക് വളരാൻ വേണ്ടി ശ്രമിക്കാം. നമുക്കൊരു ഈ ക്ലാസ് മുഴുവനും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം, അല്ലേ? ഇപ്പം നമ്മൾ കേട്ട കാര്യങ്ങൾ മുഴുവനും നമ്മുടെ സഭയെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്ന് എഴുന്നേറ്റ് നിന്നേ. കണ്ണടച്ച് നമ്മുടെ സഭയെ മുഴുവൻ ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നല്ല ദൈവമേ, അങ്ങ് തെരഞ്ഞെടുത്ത അങ്ങയുടെ വിശുദ്ധ ജനങ്ങളാണ് ഞങ്ങൾ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അബ്രാഹത്തിലൂടെ തെരഞ്ഞെടുത്ത് ഇന്ന് ഞങ്ങൾ വരെ എത്തി നിൽക്കുന്ന ഈ സഭയിൽ വിശ്വസ്തരായി ജീവിക്കുവാൻ, വിശുദ്ധരായി ജീവിക്കുവാൻ, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ നല്ല മക്കളായി വളരുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സഭയുടെ നന്മയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ, സഭയുടെ നന്മ മാത്രം ആഗ്രഹിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളെയും ലോകം മുഴുവനെയും അങ്ങ് ഓരോ നിമിഷവും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.